നേതൃത്വത്തോട് ഇടഞ്ഞ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗ്. കൂടിക്കാഴ്ചയ്ക്കായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ രണ്ടത്താണിയെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശാന്തകുമാർ, ഈ രണ്ടത്താണി രണ്ടും കൽപ്പിച്ച് പ്രസ്താവനകളൊക്കെ നടത്തി ഇടത്തേക്കാണോ വലത്തേക്കാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാമായിരുന്നില്ല. ഇപ്പോ ഈ ഒരു അനുനയത്തിന് ലീഗ് ഇറങ്ങുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം? തീർച്ചയായും രണ്ടത്താണി അനുനയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലീഗ് പ്രധാനമായും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കാരണം രാവിലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അസംതൃപ്തരുണ്ടായിട്ടുണ്ട്. അത്തരം ആളുകളെല്ലാം ഒരുമിച്ച് നിർത്തും, ഇല്ലെങ്കിൽ അവരെല്ലാം പാർട്ടിക്കൊപ്പം തന്നെ നിർത്തും എന്നുള്ളത് തന്നെയാണ്. ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ കാര്യം സൂചിപ്പിച്ചപ്പോഴും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത് ഇത് തന്നെയായിരുന്നു. അതായത് അത്തരം ആളുകളുമായി കൂടിയാലോചന നടത്തും, ഇല്ലെങ്കിൽ അത്തരം ആളുകളെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ച് എന്നുള്ള ഒരു വിവരം കൂടി വരുന്നത്. എന്തായാലും അത് ഒരു പ്രധാനപ്പെട്ട അനുനയ ശ്രമം തന്നെയാണ്. പക്ഷേ ആ കാര്യം അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇപ്പോൾ നിഷേധിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു അനുനയ ചർച്ച തനിക്ക് അത്തരത്തിലുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അത് അദ്ദേഹം ചില സമ്മർദ്ദങ്ങൾ അതിനിടയിൽ ഒപ്പം ഉണ്ടാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പാണക്കാട് സാദിഖ് അലി തങ്ങൾ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വിശ്വസനീയമായ വിവരം തന്നെയാണ് ഉള്ളത്. ഓക്കെ, ശരി. ഇപ്പം മഞ്ഞുരുകുമോ ഇല്ലയോ എന്ന കാര്യം ഇനി കാത്തിരുന്നറിയേണ്ടതാണ്. രണ്ടത്താണിയെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. രണ്ടത്താണി ഇനി ഈ നിലപാടിൽ അയയുമോ ഇല്ലയോ എന്ന കാര്യവും കാത്തിരുന്നറിയണം.